എന്താ വിളിച്ചത്? ആ, നീ ഇരിക്കേ. പ്രിയങ്കയുടെ കാര്യത്തില് നമുക്കൊരു വീഴ്ച വന്നെങ്കിലും ശ്യാമ ഭംഗിയായിട്ട് അത് പരിഹരിച്ചു. അക്കാര്യത്തെക്കുറിച്ചിന് ടെൻഷനൊന്നും വേണ്ടല്ലോ. പക്ഷേ കണിമംഗലം ഗ്രൂപ്പിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരല്പം ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഒരു ആവശ്യത്തിന് 25 കോടി രൂപ സംഘടിപ്പിക്കുക എന്നുള്ളത് കണിമംഗലത്തിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. പക്ഷേ ഇന്ന് നമ്മൾ അക്കാര്യത്തിൽ തോറ്റുപോയി. അതിന്റെ കാരണങ്ങളൊന്ന് ചികഞ്ഞെടുക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി. ഓഫീസ് കാര്യങ്ങളിൽ ചില താളപ്പിഴകളുണ്ടെന്ന് എനിക്കും ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. ആ താളപ്പിഴകള് എവിടം വരെ എത്തിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ കണക്കുകൂട്ടിയെടുക്കാൻ പ്രയാസമാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചേ പറ്റൂ. അച്ഛൻ പറഞ്ഞു, അല്ല എന്തു തന്നെയായാലും കണിമംഗലം ഗ്രൂപ്പിന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും പലരുടെയും കാര്യത്തിൽ. ആദ്യമേ ഞാനൊരു കാര്യം പറയാം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതും കണിമംഗലം ഗ്രൂപ്പിന്റെ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുന്നതും വേറൊരാളോടും തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യണ്ട. ഏറ്റവും വിശ്വസ്തരാണെന്ന് നിനക്ക് തോന്നുന്ന ആളുകളോട് പോലും. അച്ഛൻ ആരെയാ ഉദ്ദേശിക്കുന്നത്? തുറന്നു പറയാം, നമ്മുടെ പുതിയ മാനേജർ ബെഞ്ചമിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അയാൾ വിശ്വസ്തനായ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അയാൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ വരുൺ, ഞാൻ സംസാരിക്കുന്നത് അനുഭവ പാരമ്പര്യത്തിലാണ്. അതിനോട് തർക്കിക്കാൻ ശ്രമിക്കരുത്. അബദ്ധങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനാ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാനാവില്ല. നിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ നിന്റെ മനസ്സിൽ നന്മയേ ഉള്ളൂ. ഒരാളെ പെട്ടെന്ന് വിശ്വസിക്കും. അയാൾ ഒരു ചതി ചെയ്താൽ അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. പക്ഷേ അത്രയും സമയമെടുക്കുമ്പോഴേക്കും നമ്മൾ പടുകുഴിയിൽ വീണിരിക്കും. അതാണ് ബിസിനസ് രംഗത്ത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്.